Welcome back. Ski Ice Creams presents Big Boss Season 6 Grand Finale, co-presented by Attenborough, Amardabedi Hair Elixir, Domex and Lloyd. നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷം ഒടുവിൽ വന്നെത്തിയിരിക്കുകയാണ്. ആഴ്ചകൾ നീണ്ട കടുത്ത മത്സരങ്ങൾക്കും വൈകാരിക നിമിഷങ്ങൾക്കും ശേഷം നമ്മൾ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ മത്സരാർത്ഥികളുടെ വീടും അഭയകേന്ദ്രവും യുദ്ധക്കളവും ഒക്കെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ. ശേഷിക്കുന്നത് 2 മത്സരാർത്ഥികൾ മാത്രം. അവരിൽ ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ? അതറിയാനായി വെയിറ്റിംഗ് ഫോർ ദ വിന്നർ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്തോ ഒന്ന് ജാസ്മിൻ പോയി, അതുകൊണ്ടുള്ളൊരു സങ്കടമുണ്ട്. വിളിച്ച മാറ്റല്ല, ഇത് ഇതാണ് ഫൈനൽ. കുഞ്ഞുങ്ങൾ അനധികൃതമായി മുറിച്ചുമാറ്റിയെന്ന് ആരോപിച്ച നാട്ടുകാരുടെ പ്രതിഷേധം. മരങ്ങൾ കയറ്റിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. അനുമതിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പോലീസ്. അണ്ണാഡിഎംകെ പകരുമെന്നാരും കരുതേണ്ടത് ശശികല. തമിഴ്നാട്ടിലുടനീളം സഞ്ചരിച്ച ജനങ്ങളെ കാണുന്നതും ശശികല. പ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. മോദിയുമായുള്ള G7 കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം. 87 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ യുക്രൈൻ സമാധാനത്തിൽ ധാരണയാകാതെ സ്വിറ്റ്സർലൻഡ് ഉച്ചകോടി അവസാനിച്ചു. ആണവ ശക്തി ഉപയോഗത്തിന് സുരക്ഷ ബിഗ് ബോസ് വീട്ടിലോ മോഹൻലാൽ പോയിട്ട് ഇറങ്ങാനും എനിക്ക് പ്രശ്നം. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടോ ഇല്ല. നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം അല്ലേ? പിന്നെ നമുക്കിത് കാണാൻ പറ്റില്ല. അർജുന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പറയുന്നുണ്ടല്ലോ, അവിടുത്തെ വീടിനകത്ത് ഏതാണ് ഇഷ്ടമുള്ള സ്ഥലം? ഇല്ല, അത് ഇനി ഫൈനൽ ഔട്ട് ആവുന്ന ആരാണെന്ന് പറയും. ഗ്രാൻഡ് ഫിനാലെ. ഇനി 2 ആള് ബാക്കിയുണ്ട്. അതിലാരാണ് ജയിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണല്ലേ 2 പേര് ഈ ഗെയിമിലേക്ക് വരാൻ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ഇത് പ്രയാസമുള്ളൊരു ഗെയിമായി മാറുന്നില്ല. ഫസ്റ്റ് ഒരു മാസത്തിൽ എങ്ങനെ 3 മാസം എത്തിയ മതി എന്ന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് കഴിപ്പിക്കും ഭയങ്കര പ്രശ്നമായി. 3 മാസം 1 വർഷം പോയി. ഇതാണ് ഏറ്റവും ഇഷ്ടമാകും. ഇതാണ് ഏറ്റവും ഇഷ്ടം. ആണോ? ഇവിടാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ അവിടെ ഇരിക്കും. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങനെ പതുക്കില്ല. റെഡി? ഞാൻ ഫോൺ എടുത്തിട്ടാ പുറത്ത് വെച്ച് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ 10 മണിക്ക് ജസ്റ്റ് വിളിച്ചു. ഒറ്റ കോൾ കൊടുത്തു. ടീ എടുത്തിട്ടില്ല. ഞാൻ നാട്ടിൽ കടന്നിട്ടുണ്ടെ വിളിച്ചിട്ടൊന്നുമില്ല അല്ലേ. ഇന്നും ബ്ലോക്ക് ഉണ്ട്. നൈറ്റ് ബ്ലോക്ക് എടുക്കുന്നുണ്ടോ? ഇന്നലെ ഉണ്ടായിട്ടല്ലേ? അല്ല, നാളെ മഴ രാവിലെ
മിനി സെക്കൻഡ് നൈറ്റ് വരും. മട്ടന്നാനം പ്രശ്നം മട്ടന്നാനം മഹേഷ് ഡേ എടുക്കും, മിനി തേർഡ് നൈറ്റ് വിട്ട് എടുക്കും. പിന്നെ ഒരു ചേഞ്ച് ഓഫിന് ആദ്യ ദിവസം മിനിക്കും അടുത്ത ദിവസം ചിലപ്പോൾ കണ്ടവരെ പോകേണ്ടി വരും. അപ്പം 15 നാട് വരുന്ന പറഞ്ഞത്. ഓക്കെ ഓക്കെ നമുക്ക് കാണാം ഓരോരുത്തരുടെ ഒരു ആ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു അല്ലേ? കാണാം. ജർജൻ ആരുടെയാണ് നോക്കാം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശക്തമായ അഭിപ്രായമാണ് അംഗവാടിക്കാരനായ ജിൻഡോയെയും സ്വാഗതം ചെയ്യും. ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ഒരു സംഘടനയിൽ ഗൈസ് ആര് ജയിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറയുന്നത് ജിൻഡോ ജയിക്കുന്നതാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ അർജുൻ ജയിക്കണം എന്നാണ് ഇല്ല. പക്ഷെ ജിൻഡോ എന്തായാലും കപ്പ് കൊണ്ടുപോകും അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അർജുൻ ജയിക്കില്ല. പക്ഷെ അർജുൻ ജയിക്കും. എന്താ തോന്നുന്നു? നിങ്ങൾ എപ്പോഴും കാണുന്നതല്ലേ? ശരിക്കും പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നു അതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും അല്ല ഇവിടെ കിട്ടാം. ഇവിടെ കിട്ടുന്നത് അതെ. നമുക്ക് അർജുൻ്റെ വീഡിയോ കാണാം അല്ലേ? MBA-കാരനാണ്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ ഓ ഗൈസ് അർജുൻ വന്നു ഗൈസ്. പറ്റിയത് ഇല്ല ജിൻഡോ ജയിക്കൂലോ. ജിൻഡോ ഏ